നമസ്കാരം. ഋതുവിഷ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് MC റോഡിൽ KSRTC ഡിപ്പോയ്ക്കുള്ളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തിങ്കളാഴ്ച വൈകിട്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, അത് കുറച്ചു നാളായിട്ട് അതിന്റെ വർക്ക് പൂർത്തീകരിച്ച് കിടന്നു എന്നുണ്ടെങ്കിലും കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് സ്ഥാപിതമാകാത്തത് കൊണ്ട് മാത്രമാണ് അത് കുറച്ച് താമസം നേരിട്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. KSRTCയുടെ മന്ത്രി ഉൾപ്പെടെ അതിന്റെ ഒരു സൂചന എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഇടയ്ക്ക് വന്നു, എത്രയും പെട്ടെന്ന് അത് തുറന്ന് പ്രവർത്തിക്കും, കുടിവെള്ളമൊക്കെ ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും KSRTC സ്റ്റാൻഡുകളിൽ ചെന്നാൽ ആൾക്കാർക്കൊന്ന് ബാത്റൂമിൽ പോകുവാനോ സ്ത്രീകൾക്ക് അവിടെ നിന്ന് എത്തുവാനോ പറ്റാത്ത ഒരു പരിസ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഓരോ പഞ്ചായത്തിലും ടേക്ക് എ ബ്രേക്ക് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് ആദ്യത്തേതല്ല, മടത്തറയിൽ അവർക്ക് സ്ഥാപിതമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ടേക്ക് എ ബ്രേക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലും അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുവാനുള്ള സംവിധാനം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുള്ള 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം പൂർത്തിയാക്കിയത്. ശബരിമല തീർത്ഥാടകർക്കും സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് വഴിയോര വിശ്രമ കേന്ദ്രം. അതേസമയം MC റോഡിൽ നിലമേലിലും ആയൂരിലും നിർമ്മിച്ച വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം വൈകുന്നത് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഋതുവിഷ ന്യൂസ്, ചടയമംഗലം.